നമസ്കാരം. മുണ്ടത്തിക്കോടിലെ വെടിക്കെട്ടുപുരയിലുണ്ടായ നാടിനെ നടുക്കിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയേക്കും. 13 പേരുടെ ജീവൻ കവർന്ന മഹാദുരന്തത്തിന് തൊട്ടുപിന്നാലെ ആഘോഷങ്ങൾ തുടരുന്നത് ഉചിതമല്ലെന്ന പൊതുവികാരത്തെ തുടർന്നാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി നടത്താൻ ആലോചന നടക്കുന്നത്. പൂരത്തിന്റെ ആവേശമായ സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് സൂചന. മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പുരകളിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന് പൂരത്തിന് ഉപയോഗിക്കാൻ ഇനി വെടിക്കെട്ട് മരുന്നുകൾ കൈവശമില്ലാത്തതും ആഘോഷങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കാരണമായി. അതേസമയം പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ പാലക്കാട് തയ്യാറാണെങ്കിലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനോട് നഗരവാസികൾക്കും ദേവസ്വങ്ങൾക്കും താൽപ്പര്യമില്ല. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിരുവമ്പാടി പാറമേക്കാർ ദേവസ്വങ്ങൾ ഇന്ന് നിർണായക യോഗം ചേരും. ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ആന എഴുന്നള്ളിപ്പും മേളങ്ങളും പരിമിതപ്പെടുത്തി ആചാരപരമായ ചടങ്ങുകൾക്ക് മാത്രം മുൻഗണന നൽകാനാണ് നിലവിലെ തീരുമാനം. ദേശക്കാരുടെ വികാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പരിഗണിച്ചാകും അന്തിമ പ്രഖ്യാപനമുണ്ടാവുക. വെടിപ്പുരയ്ക്ക് ഫയർ സേഫ്റ്റി ലൈസൻസ് ഇല്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പൂരത്തിന്റെ വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ സർക്കാരും കർശന നിലപാടിലാണ്. ജില്ലാ ഭരണകൂടവും പോലീസും വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തെക്കുറിച്ച് RDO തല അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അപകടത്തിന് വെടിമരുന്നിടാൻ അധികൃതർ തയ്യാറല്ല. അപകടത്തിൽ പരിക്കേറ്റ 23 പേർ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നഗരത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പൂരനഗരിയിൽ ആഘോഷത്തിന്റെ ആരവമുയരുന്നത് ഒഴിവാക്കണമെന്ന് ഭൂരിഭാഗം വിശ്വാസികളും ആവശ്യപ്പെടുന്നു. പൂരവിളംബരം, തെക്കേനട തുറക്കൽ തുടങ്ങിയ ചടങ്ങുകൾ ആചാരപരമായി നടത്തുമെങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത പാലിക്കും. കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ആഘോഷങ്ങൾക്കായി മാറ്റിയിരുന്ന തുക ദുരന്തബാധിതരെ സഹായിക്കാനായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദുരന്ത സ്ഥലവും പരിക്കേറ്റവരെയും സന്ദർശിച്ചിരുന്നു. തൃശൂർ ജനതയുടെ വേദനയിൽ പങ്കുചേരുന്നതായും ആഘോഷങ്ങളെക്കാൾ ഇപ്പോൾ പ്രാധാന്യം ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. എന്തായാലും തൃശൂർ പൂരം 26-നാണ് നടക്കാനിരുന്നത്. സാമ്പിൾ വെടിക്കെട്ട് 24-നും. ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്ന വെടിക്കോപ്പുകൾക്കാണ് തീപിടിച്ചത്. 13 പേരാണ് ഇതുവരെ മരണപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരും. കാരണം അതിഭീകരമായ സ്ഫോടനമാണ് ഉണ്ടായത്. ആളുകളുടെ ചിന്നിച്ചിതറിയ ശരീരാവശിഷ്ടങ്ങൾ പാടത്തു നിന്നും സമീപത്തുള്ള ജലാശയങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല. 40ഓളം തൊഴിലാളികളാണ് ഈ വെടിക്കെട്ട് പുരയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഉച്ചസമയത്തോടനുബന്ധിച്ചതായിരുന്നുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഊണ് കഴിക്കാനൊക്കെയായി വീടുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അപകട സമയത്ത് എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തമല്ല. മാത്രമല്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, അവിടെ പരിശോധിക്കണം. അവിടെ നിന്നും ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും മരണസംഖ്യയുടെ കാര്യത്തിൽ നിജസ്ഥിതി എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.